ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇലയുടെയാണ്, വെറും ഇലയുടെ അല്ല, ചക്ക ഇലയുടെ. അതെ ഗൈസ്, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പഴുത്ത നല്ല വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരിക്കച്ചക്ക കൊണ്ട് കണ്ടപ്പോൾ തന്നെ അഞ്ചിത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതുകൊണ്ട് ഇലയുടെ ഉണ്ടാക്കി തരാൻ പോകുന്നു. അപ്പോൾ ഞാൻ കളിച്ചില്ല, ഇന്ന് നമ്മൾ ഇലയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഡബിൾ കോഴ്സിൻ്റെ ഇടിയപ്പം പൊടിയാണ്. ചൂട് വെള്ളത്തിൽ കുഴക്കുന്നത്. നമ്മൾ പച്ചവെള്ളത്തിലാണ് കുഴച്ചിരിക്കുന്നത്. ഇനി ഇറക്കുമ്പോൾ അറിയാൻ എന്താവും. അപ്പം നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം എന്താ നമ്മുടെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. വാഴയില റെഡിയാണ്, ഈസി ഇടിയപ്പം പൗഡർ റെഡിയാണ്, നമ്മുടെ ചക്ക നല്ല ചെറിയ കുനാന്ന് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലയ്ക്ക ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കുഴക്കൽ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ശരുവത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ആൾക്കാരുണ്ടോ എത്രയാണോ ആവശ്യം എന്നുള്ള രീതി വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കണ്ട് ഇത്രയും പൗഡറാണ് എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഒരു 9 മണി അല്ല 8 മണി എന്തോ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ആഗ്രഹം തോന്നി രഞ്ജിത്തിന്. അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറ് കഴിക്കാം. അതുകൊണ്ട് അതിന് മുന്നേ ഉള്ളത് വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. പക്ഷേ സംഭവം ആക്കി വന്നപ്പോഴത്തേക്ക് നമുക്ക് ചോറൊക്കെ കഴിക്കുന്ന സമയമായിരുന്നു. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി കുഴയ്ക്കാം. നല്ലപോലെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുഴച്ച് നല്ല കുഴപ്പരുവാക്കണം. ഓക്കെ, അതെ, ഇങ്ങനെ നമുക്ക് കിട്ടണം. ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ അതാക്കി വെച്ചിട്ടാണ് ഇനി അടുത്ത പ്രൊസീജിയർ. അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ ഒരു കടായി എടുത്ത് ചൂടാക്കുക. അതിനകത്തേക്ക് ശർക്കര ഇടുക. ഈ ശർക്കര ഞാൻ ചീകിയല്ല എടുക്കുന്നത്, ഞാൻ നേരെ ഇത് ഉരുക്കിയാണ് നമ്മുടെ ഫില്ലിങ്ങിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. ശർക്കര ഉരുക്കി എടുത്തിട്ട് അതിനകത്തോട്ടാണ് കേട്ടോ എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര അങ്ങോട്ട് വെക്കുക, തീ അങ്ങോട്ട് കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ ആദ്യം കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കത് കിട്ടാൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര, ഞാൻ ഇത്രയും ശർക്കരയാണ് എടുത്തത്. അപ്പോൾ അതിനി നല്ലതുപോലെ ചൂടായിട്ട് ഇതെല്ലാം അലിയണം. പക്ഷെ നമ്മൾ ചീകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും. പക്ഷെ ഞാനിവിടെ ചീകാനുള്ള സമയം തേങ്ങയൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല, അങ്ങനെ ചീകി ഇട്ടിട്ടില്ല, നേരെ കട്ടയ്ക്കാനായിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ചൂടടിക്കുമ്പോഴത്തേക്ക് ഉരുകി കിട്ടും കേട്ടോ. അത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ വേണ്ടേ അതിനി തിളച്ച് നല്ലതുപോലെ അതിൻ്റെ വെള്ളം വറ്റിയിട്ട് ശർക്കരയാണോ ശർക്കര ഇട്ടിട്ടുണ്ട്. അതിന് ഉരുകണം, നന്നായിട്ട് ഉരുകട്ടെ. അതെല്ലാം ഉരുക്കിയിട്ട് അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായതുകൊണ്ട് അതിനകത്ത് കിടന്ന വെള്ളം അങ്ങ് പറ്റിയിട്ട് നമുക്കത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതെങ്ങനെ തിക്കാണത്. അതിനകത്തോട്ട് നമ്മളിനി കുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വരിക്കച്ചക്ക അങ്ങോട്ട് തട്ടണം. ഇനി രണ്ടും കൂടെ ഇതുമായിട്ട് കിടന്ന് ആ ചൂടിൽ കിടന്നിട്ട് അത് രണ്ടും മിക്സാവുക മീൻസ് അതിനകത്തേക്ക് നമുക്ക് ശർക്കര വരട്ടിക്കകത്തൊക്കെ പിടിക്കുന്ന കണക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ പിടിക്കും. അത് നല്ലതുപോലെ ചൂടാക്കി വരുമ്പോഴത്തേക്ക് ആ മധുരം, ശർക്കരയുടെ മധുരം ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയാണ് നമ്മൾ അടുത്തത് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിങ് ഓൾമോസ്റ്റ് റെഡിയാവും. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചക്ക ഇട്ടപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഇതാണ്ട് തേങ്ങ ഇട്ടിട്ട് ചെയ്യണം. എന്ത് രസമാണെന്നറിയോ, ഇപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി അത് നല്ലതുപോലെ വെന്ത് വരും. അതായത് ഈ ചക്ക നമുക്ക് തൊടുമ്പോഴേ ഇങ്ങനെ പതിങ്ങിപ്പോവും. ആ ഒരു ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഏലക്കാപ്പൊടി. പിന്നെ നമ്മൾ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിരിക്കുന്നത്. അതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ മേടിച്ച ഏലക്കയുടെ കവറിനകത്ത് ഇത് രണ്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് മൂന്നും കൂടെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെറുതെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ലതുപോലെ മിക്സായി വരട്ടെ. അപ്പോൾ അതിനിടയിൽ കണ്ടില്ലേ എൻ്റെ 3 പിള്ളേർ കിടന്ന് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളില്ല അവാർഡ് വേണം പോലെയല്ലേ വീട്ടിൽ പണിയെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കാണുമ്പം ഈ കാണുന്നവർക്ക് ഇതൊരു ബോറടിയാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം അതിനിടെ എൻ്റെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാൻ നല്ല രസമാണ്, കുണുങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് അഞ്ജിത്താണ് കേട്ടോ ഫുൾ ഹെൽപ്പ്. ഞാൻ അഞ്ജിത്തും കൂടാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെയ്യാം.
അപ്പോൾ ഫില്ലിംഗ് ഓക്കെ ആയ സ്ഥിതിക്ക് നമുക്കിനി പരത്താനായിട്ട് തുടങ്ങാം. ഇനി ഇലയിലോട്ട് നമുക്ക് മാവാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫില്ലിംഗ് വെക്കുക, സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കുക. അതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇനി അത് ചെയ്യാം. അന്നേരം ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ആ എടുത്ത സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് വെച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളമാണ് വെക്കുന്നത്. വെള്ളം ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഗ് വരത്തില്ല, ആവി വന്നുകൊണ്ടിരിക്കുമല്ലേ. അതല്ലാതെ നമ്മൾ വെക്കുമ്പോൾ പിന്നെ വെള്ളം ചൂടാവാനും സമയമെടുക്കും. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഒന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പരത്താനായിട്ട് തുടങ്ങാം. അപ്പോൾ പരത്താനായിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കുന്നതിൻ്റെ എല്ലാം അച്ഛനാണ് നമുക്ക് ഇല എടുത്തുകൊണ്ട് തന്നത്. അപ്പോൾ അച്ഛനെടുത്തപ്പോൾ ഇച്ചിരി എന്താ ഈ വലിയ ഇലയില്ലേ, എന്താ വിളഞ്ഞ ഇലയോ മൂത്ത ഇലയോ എന്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ അറ്റം പൊട്ടി പോകുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ അത് എടുക്കുക, അത് പരത്തി വലിയ ഇല ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എടുക്കുന്ന മാവ് അത് തികയത്തില്ല. പിന്നെയും ഞാൻ കുറേശ്ശെ എടുക്കും. അങ്ങനെ അത് ഫുള്ളിങ്ങനെ കവർ ചെയ്തിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അഞ്ചിത്തിന് ഞാൻ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അഞ്ചിത്ത് പറയാൻ 1-2 ചെയ്തതിന് ശേഷം ഞാനിവിടെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ആദ്യം പരത്തുന്നതായിരുന്നു ടാസ്ക്. പിന്നെ അതാണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് മൊത്തത്തിൽ കവർ ചെയ്ത് വെക്കുക, അതിനിങ്ങനെ അടയ്ക്കുക, എന്നിട്ട് നേരെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നല്ല അടാറ് ടേസ്റ്റാണ്. എൻ്റെ ദൈവം, ഇപ്പോഴും എൻ്റെ വായിലിങ്ങനെ എൻ്റെ ടേസ്റ്റ് നിൽക്കുക. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ദാണ്ടെ ആദ്യം ഒരെണ്ണം വെച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് തന്നെ സെക്കൻഡ്. ഇത് നമുക്ക് എന്താണ് ഈ സ്റ്റീമർ വെക്കുമ്പോഴത്തേക്ക് വോളിയം കുറവായതുകൊണ്ടാണ് കുറച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 6-7 എണ്ണം നമ്മൾ അതിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ വേറൊരു എണ്ണത്തിനകത്തൂടെ വെച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് മാവെടുക്കുക, ഒന്ന് കൈ നനച്ചു കൊടുത്ത് ഇത് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഫില്ലിങ് ചേർക്കണം. പരത്തിയെടുത്തിട്ട് ഫില്ലിങ് ചേർക്കുക, അടയ്ക്കുക, സ്റ്റീമറിൽ വെക്കുക. വീണ്ടും റിപ്പീറ്റ് ദ പ്രോസസ്സ്. അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും എണ്ണത്തിന് ഈ സെയിം പ്രോസസ്സ് ചെയ്യുക. നമ്മൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്യുക, വെക്കുക, വേവിക്കുക. അതാണ് നമ്മുടെ പ്രോസസ്സ്. ഓക്കെ. ഇപ്പം എന്തായാലും നല്ല മഴയൊക്കെ ആയിട്ടുള്ള സമയമല്ലേ, ചക്കയൊക്കെ കിട്ടുന്ന സുലഭമായിരിക്കും. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. പിന്നെ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ കുക്ക് ചെയ്യുന്നത് കഴിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ വീട്ടുകാർ, അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം അച്ഛനൊക്കെയാണ് കേട്ടോ. അച്ഛൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്, അത് ഇലയുടെയൊക്കെ. അപ്പോൾ എനിക്കത് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറേ എണ്ണം വെച്ചു, പിന്നെ അഞ്ചിത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനും അഞ്ചിത്തൂടാണ് ചെയ്യുന്നത്. ചെയ്ത് അഞ്ചിത്ത് പരത്തിത്തരും, ഞാൻ അതിനകത്ത് ഫില്ല് ചെയ്യും, അടച്ചു വെക്കും. അതായിരുന്നു പാവം. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്തോ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ അഞ്ചിത്തൊക്കെ. അതുകൊണ്ട് അതിനിടയിൽ കൂടെ പിള്ളേർ ഓടി നടക്കുന്നുണ്ടല്ലോ, എൻ്റെ ലൂക്കയും ലൂണയും തക്കുവും. അങ്ങനെ നമ്മൾ അടുത്ത സാധനത്തിനകത്തൊട്ട് കയറി വീണ്ടും പരത്തുക, വീണ്ടും ആക്കുക, വീണ്ടും പരത്തുക, വീണ്ടും വെക്കുക. അങ്ങനെ ഒരു 7-8 എണ്ണം നമ്മൾ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഇലയപ്പം എല്ലാം ആയിട്ടുണ്ട്. ദണ്ടി
അവസാനത്തതാണ് കേട്ടോ ഞാൻ അഞ്ചിത്ത് ഇപ്പം ചെയ്യുന്നത്. അങ്ങനെ അവസാനത്തെ സാധനം ഫില്ല് ചെയ്ത് നമ്മൾ 2 ഇഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തേത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അതിനകത്ത് വോളിയം കുറവായിരുന്നു, അപ്പോൾ അതിനകത്ത് തികയാത്തതുകൊണ്ട് അടുത്തതിനകത്തും വെച്ചു. അങ്ങനെ നമ്മളുടെ അവസാനം ബാക്കി വന്ന മിക്സല്ല നമ്മുടെ മാവിനകത്ത് അഞ്ചിത്ത് അണ്ടിപ്പരിക്കൊക്കെ വെച്ച് ഉണ്ടയാക്കി ഇട്ടു. അപ്പം നമ്മൾ 2 എണ്ണത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇരുന്നത് ആവി കയറട്ടെ. ഇലയൊക്കെ ആയതുകൊണ്ടും സ്പേസ് കുറച്ച് കുറവായതുകൊണ്ടും കുറേ നേരം എടുത്തു കേട്ടോ. അങ്ങനെ 10-20 മിനിറ്റിന് ശേഷം നമ്മുടെ സാധനം നല്ല ആവിയിൽ ഇപ്പോഴും ഓർക്കുമ്പോൾ എന്തോ അതങ്ങ് കഴിക്കാൻ തോന്നുക. അങ്ങനെ നമ്മുടെ അഞ്ചിത്ത് ആദ്യത്തത് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല കറക്റ്റ് പരുവത്തിന് നല്ല ടേസ്റ്റിയോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അത് എങ്ങനെയാണെന്ന്. ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അത് മറക്കരുത്. പിന്നെ കുറച്ച് പണി എടുക്കേണ്ടി വരും. എന്തായാലും നല്ല അടാറ് സാധനമാണ്. ഒരു വട്ടം കഴിച്ചാൽ പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചക്ക ഇലയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.